സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ഓർത്തു എപ്പോഴത്തേയും പോലെ ഒരു ക്ലീനിങ് വ്ളോഗാണ്. ഞാൻ വന്നപ്പോൾ തന്നെ എൻ്റെ സാധനങ്ങളെല്ലാം ഇവിടെ കുറയുണ്ട്. പിന്നെ എനിക്ക് വാർഡ്രോബും കൂടെ ഒന്ന് ക്ലീൻ ചെയ്യണം. ഇന്നൊന്ന് ഡീപ്പ് ക്ലീനിങ് ഡേ ആണ് കേട്ടോ. അപ്പം എന്തായാലും നമുക്ക് തുടങ്ങാം. പിന്നെ എൻ്റെ കുറച്ച് സാധനങ്ങളൊന്നും കാണുന്നില്ല. അപ്പോൾ എന്തായാലും എനിക്ക് ഈ കൂട്ടത്തിൽ അത് തപ്പുകയും ചെയ്യാം. അപ്പം നമുക്കിങ്ങനെ തുടങ്ങിയാലോ? നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ പെങ്കൂസിന് എപ്പോഴും ക്ലീനിങ് ആണ്. ആക്ച്വലി ക്ലീനിങ് ഈസ് എ തെറാപ്പി ഫോർ കുറേ പേർക്കെങ്കിലും അത് തെറാപ്പിയാണല്ലേ. അപ്പം എനിക്ക് ക്ലീനിങ് ഒരു തെറാപ്പിയായിട്ട് ഇടയ്ക്ക് തോന്നാറുണ്ട്. ഐ ഫീൽ സോ പോസിറ്റീവ് ആഫ്റ്റർ ദാറ്റ്. സോ നമുക്ക് തുടങ്ങാം. പക്ഷെ എപ്പോഴും ഒന്നും എന്നെ ക്ലീൻ ചെയ്യാൻ കിട്ടൂല, എനിക്ക് തോന്നണം അങ്ങനെ. അപ്പോൾ ഓക്കെ, നമുക്ക് തുടങ്ങിയാലോ? തലയെ പിടിച്ചു. ഐ യൂസ് ടു സേ അല്ലേ, ബാക്ക്ഗ്രൗണ്ടിൽ എനിക്ക് എന്തെങ്കിലും ഒരു മൂവിയോ വീഡിയോസ് പ്ലേ ചെയ്യുന്ന ഇഷ്ടമാണ്. അപ്പം ഞാനിന്ന് നോട്ട്ബുക്ക് കാണാമെന്ന് വിചാരിച്ചു. ഇറ്റ്സ് ബീൻ ടു മെനി ഇയേഴ്സ് അത് ഞാൻ കണ്ടിട്ട്. അപ്പം ഞാൻ ഓർത്തൊന്ന് റീവാച്ച് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാനത് പ്ലേ ചെയ്യുമെന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് തുടങ്ങാം. അങ്ങനെ പീപ്സ്, ഫസ്റ്റ് തന്നെ എൻ്റെ ഈ ഒരു ഡ്രസ്സിങ് ടേബിളാണ് ഞാൻ ക്ലിയർ ആക്കാൻ പോകുന്നത്. അവിടെ കുറേ അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം ഞാൻ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി വെക്കുകയാണ്. ആൻഡ് പെർഫ്യൂം ഈസ് വൺ ഓഫ് മൈ ഫേവറേറ്റ് തിങ് ആണ് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ അവിടെ ഇരുന്നാലും എവിടെയും പോയില്ലെങ്കിലും വെറുതെ ഇങ്ങനെയൊക്കെ അടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അതാണ്. അപ്പോൾ ഇങ്ങനെ എൻ്റെ അഫോർഡബിൾ പെർഫ്യൂമിൻ്റെ മറ്റേ നമ്മുടെ എൻഗേജിൻ്റെ വീഡിയോ നിങ്ങളെല്ലാം കണ്ടിട്ടില്ലെങ്കിൽ പോയി കാണണേ. അപ്പോൾ അതേപോലെ എനിക്ക് ഈ ക്യാൻഡിൽസ് ഭയങ്കര ഇഷ്ടമാണ്. ഇതിൻ്റെ ചോക്ലേറ്റ് ഫ്ലേവറിലുള്ളൊരു ക്യാൻഡിലാണ് കേട്ടോ. അത് കത്തി തീരാറായി. ഇത് കണ്ടു അറ്റം വരെ. എങ്കിലും ഞാനിത് കത്തിച്ച് വെക്കാറാണ്. നല്ല മണമാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ കത്തിച്ച് വെച്ചിട്ട് റിലാക്സ് ചെയ്ത് പയ്യെ ഡീക്ലട്ടർ ചെയ്യുകയാണ്. ആക്ച്വലി കുറേ മെഡിസിൻസും പിന്നെ എൻ്റെ അനിയൻ്റെ കുറേ സാധനങ്ങളും പിന്നെ സ്കിൻ കെയർ പ്രോഡക്ട്സും അല്ലാത്ത കുറേ സാധനങ്ങളെല്ലാം മിക്സ്ഡ് അപ്പായിട്ടാണ് കിടന്നത്. ആൻഡ് ഞാനങ്ങനെ ക്ലിയർ ഔട്ട് ചെയ്തു. ഇനി നെക്സ്റ്റ് വരുന്നത് ഈ ഒരു പോർഷനാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കുറേ ട്രൈപോഡ്സും ബ്ലൂടൂത്ത് സ്പീക്കേഴ്സും അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഞാൻ സിനിമ കണ്ടുകൊണ്ടാണ് ചെയ്യുന്നത്. ആക്ച്വലി ഞാൻ സിനിമ കണ്ടിട്ട് കുറേ വർഷമായതുകൊണ്ട് കുറേ സീനൊക്കെ ഞാൻ മറന്നുപോയി കേട്ടോ. ഞാൻ അതൊക്കെ ഇരുന്ന് കാണുകയാണ്. എനിക്കെന്തോ ഭയങ്കര ഇഷ്ടമുള്ളൊരു മൂവിയാണ് നോട്ട്ബുക്ക്. എന്നെ പോലെ നോട്ട്ബുക്ക് ഇഷ്ടമുള്ള എത്ര പേരുണ്ട് ഉള്ളവരൊന്ന് കമൻറ്റ് ഔട്ട് ചെയ്യണേ. എനിക്ക് ഭയങ്കര സ്കൂളിലൊക്കെ പഠിക്കുന്ന ടൈമിൽ എനിക്കെന്തോ ഇങ്ങനെ സ്കൂൾ ഫിലിംസൊക്കെ കൂടുതൽ ഒത്തിരി ഇഷ്ടമായിരുന്നു ആ ഒരു ടൈമിൽ കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ അവിടുന്ന് ആ ടേബിളോടെ ഞാൻ മാറ്റി. ഞാൻ ഓർത്തു ഒരു ചേഞ്ച് ആക്കാമെന്ന്. ആരാണ് ചേഞ്ച് ആഗ്രഹിക്കാത്തത്? അപ്പോൾ അവിടുന്ന് ആ ഒരു ടേബിളൊക്കെ മാറ്റി ഒരു സൈഡിലോട്ട് വെച്ചിട്ടുണ്ട്. ഇനിയാണ് വാർഡ്രോബ്. കുറേ ഡ്രസ്സസൊക്കെ ഇങ്ങനെ അലങ്കോലപ്പെട്ട് കിടക്കാണ്. അപ്പോൾ എവിടെയെങ്കിലും പോകാൻ നോക്കുമ്പോൾ ഞാൻ എൻ്റെ ഡ്രസ്സ് എവിടെ എന്തൊക്കെയാണ് കുറേ കഷ്ടപ്പെട്ട് തപ്പിപ്പിടിക്കേണ്ടി വരും. അപ്പം ഞാനിങ്ങനെ അതെല്ലാം എടുത്ത് മാറ്റി വെച്ചിട്ട് അവിടെ കൂടെ ഒന്ന് ക്ലിയർ ഔട്ട് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു മ്യൂസിക് മറ്റേ ഇഷ്ടമല്ലേ? ഈ പാട്ട് ഏതായിരുന്നു? പാട്ട് ഏതാന്നുള്ളവർ കമൻറ്റ് ഔട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ ആ പാട്ടൊക്കെ കേട്ട് നല്ല നൈസായിട്ട് ഫുൾ വാർഡ്രോബ് ക്ലീൻ ചെയ്തു. അപ്പോൾ സെക്കൻഡ് പോർഷനും നമ്മൾ ക്ലിയർ ഔട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് പോകേണ്ട നെക്സ്റ്റ് പോർഷനിലോട്ടാണ് ഈ ഒരു ഏരിയ. അപ്പോൾ ഇവിടേക്കാണ് ഞാൻ ആ ടേബിൾ കൊണ്ട് വെക്കാമെന്ന് വിചാരിച്ചത്. പിന്നെ അതേപോലെ ആ ഒരു എൻ്റെ കുട്ടി അൽമാരയും കൂടെ എനിക്കൊരു അൽമാരയല്ലോ ഷെൽഫും കൂടെ എനിക്കൊന്ന് ക്ലിയർ ഔട്ട് ക്ലീൻ ചെയ്യാനുണ്ട്. അവിടെ കുറച്ച് പൊടിയും സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതെൻ്റെ ഫേവറേറ്റ് ഷെൽഫാണ്. ഈ ഷെൽഫിൻ്റെ ലിങ്ക് വേണ്ടവർ കമൻറ്റ് ചെയ്യാം, ഞാൻ ഷെയർ ചെയ്ത് തരാം. കാരണം ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചൊരു നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള നമ്മുടെ ഒരു റൂമിനൊക്കെ ചേർന്ന് പോകുന്ന കുറച്ച് സ്ഥലമൊക്കെ വേണ്ടി മാത്രമുള്ള ബുക്ക് ഷെൽഫായിട്ടും അല്ലാത്ത ഷെൽഫായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. പറ്റടാ നമ്മുടെ ഈ ഒരു ഏരിയയും കൂടെ ക്ലിയർ ഔട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട് ഞാൻ. എങ്ങനെയുണ്ട്? നല്ല രസമില്ലേ? ഇപ്പോൾ ഒരു നല്ലൊരു പോസിറ്റീവ് വൈബ് എനിക്ക് തോന്നിയിട്ടോ. ഈ ഒരു സ്പേസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ എഡിറ്റിംഗ് ചെയ്യാനെല്ലാം വീഡിയോസ് കാണാനും എനിക്ക് പുതിയൊരു സ്ഥലം കിട്ടിയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ആണ് ബെഡ്. എല്ലാ സാധനങ്ങളും ഞാൻ ബെഡിലോട്ടായിരിക്കും എടുത്തിട്ടിരിക്കുന്നത്. ഇനി ബെഡിൽ സാധനങ്ങളെല്ലാം ക്ലിയർ ഔട്ട് ചെയ്യണം. ലാപ്ടോപ്പും പിന്നെ കുറേ കാര്യങ്ങളും. എന്താണത്? അതെനിക്ക് ഞാൻ വാങ്ങിയൊരു മഞ്ചാടിക്കുരുൻ്റെ ഒരു ആംഗ്ലറ്റ് ആണ്. ഞാൻ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ. ഓക്കെ, വെയിറ്റ് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ഞെക്കി പൊട്ടിക്കാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സോ ഇറ്റ്സ് മീ ഭാവന ഭൗമൻ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ എൻ്റെ ചാനലിൽ കുറേ വ്ളോഗ്സ് കാണും, കുക്കിംഗ് വീഡിയോസ് കാണും, പിന്നെ ഡെയിലി വ്ളോഗ്സ്, മിനി വ്ളോഗ്സ്, സോങ് സീരീസ്, മേക്കപ്പ് ഐറ്റംസ്, സ്കിൻ കെയർ, ഹോൾ വീഡിയോസ് എല്ലാം ഉണ്ട് കേട്ടോ. ഓൾ ഇൻ ഓൾ ആണ് എൻ്റെ ചാനൽ, ചുരുക്കി പറഞ്ഞു. അപ്പോൾ വൈറ്റ് ബെഡ്ഷീറ്റ്സ് ഒക്കെ വിരിച്ച് ഞാൻ സെറ്റ് ആക്കിയിട്ടുണ്ട്. എനിക്ക് വൈറ്റ് ബെഡ്ഷീറ്റ്സ് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഓൾറെഡി ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നല്ലേ. അപ്പോൾ ഇത് വൺ ഓഫ് മൈ ഫേവറേറ്റ് ബെഡ്ഷീറ്റാണ്. അതുകൊണ്ട് ഞാൻ മിക്കപ്പോഴും ഇതായിരിക്കും യൂസ് ചെയ്യുക. അപ്പോൾ ഞാൻ അങ്ങനെ വൈറ്റ് ഒക്കെ ഇട്ട് ബെഡ്ഷീറ്റ്സൊക്കെ വെച്ച് ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ടോട്ടലി ഫുൾ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നല്ല ഡെസ്പായിട്ടൊക്കെ ഇരിക്കുമ്പോൾ ഇടയ്ക്കൊന്ന് ക്ലീൻ ചെയ്യാം. നിങ്ങൾക്കൊരു പോസിറ്റീവ് എനർജി തോന്നുവേ. അപ്പോൾ ഗൈസ്, നമ്മുടെ ക്ലീനിങ് ഒക്കെ കംപ്ലീറ്റ് ആയി. വാർഡ്രോബും ബെഡും പിന്നെ ഞാൻ ചെറിയൊരു ഓൾട്ടറൊക്കെ വരുത്തിയിട്ടുണ്ട്. എനിക്കിങ്ങനെ ഓൾട്ടറേഷൻ വരുത്തിയൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ട് റൂമിന് ഒരേപോലെ കണ്ടിന്യൂ ചെയ്യാൻ എനിക്ക് ഇഷ്ടമല്ല. അപ്പൊ ഇന്ന് എന്തായാലും ബാക്ക്ഗ്രൗണ്ടിൽ നോയ്സ് ഉണ്ട് ഗൈസ്, പ്ലീസ് എക്സ്ക്യൂസ് ഇട്ടോ, അത് ഇഗ്നോർ ചെയ്യണേ. അപ്പൊ എന്തായാലും നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം.
അപ്പൊ നിങ്ങൾക്ക് എന്തൊക്കെ വീഡിയോസ് വേണ്ടെന്നുള്ള കാര്യം കമന്റ് ചെയ്യാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോ കാണാതെ ഓക്കെ.